ചക്ക വെട്ടാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ നമുക്ക് ചക്ക വെട്ടി നോക്കാം. ഇത് വിളഞ്ഞിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഞാനൊരു ഐഡിയയൊക്കെ ഇട്ട് ചക്കയാണ്. എന്തായാലും നോക്കാം, വെട്ടി നോക്കിയിട്ട് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. എന്നിട്ട് ഈ ചക്ക കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും ആദ്യം വെട്ടി നോക്കാം. ഏതായാലും ഞാൻ ചക്ക വേവിക്കാൻ വേണ്ടി ഇതിൻ്റെ പകുതി ചക്ക എടുത്തുള്ളൂ. കാരണം ചുള കൂടുതലുണ്ടായിരുന്നു, ഞാൻ പ്രതീക്ഷിച്ച പോലെ അല്ല. സംഭവം നല്ല അടിപൊളി ചുളയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം ഇതിൻ്റെ പകുതി മാത്രമേ എടുത്തുള്ളൂ. ഇതിനെ നമുക്ക് വേവിക്കാൻ നോക്കാം. ചക്ക വേവിക്കാൻ ഞാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ചക്ക വേകുന്നത് വരെ നമുക്ക് നമ്മുടെ ഒരു എന്താ പറയുക, നമ്മളെ സ്നേഹിക്കുന്ന ഒരു കാക്ക പുറത്തില്ല. അപ്പോൾ ആ കാക്കയ്ക്ക് എന്തെങ്കിലും ഒരു ആഹാരം കൊടുക്കുക അല്ലേ. കുറച്ച് നേരം ആവി കയറാൻ വേണ്ടി അടച്ചു വെച്ചു. കുഴയ്ക്കാൻ വേണ്ടിയുള്ള പഴയ കാലത്തെ തുടുപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. നമ്മുടെ ചക്ക വേവിച്ചത് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അതിൻ്റെ ചേരുവകളൊക്കെ നമ്മളോട് ഞാൻ പറഞ്ഞു. അരമുറി തേങ്ങ, പിന്നെ പച്ചമുളക്, നല്ല ജീരകം, വെളുത്തുള്ളി, കറിവേപ്പില, ഇതെല്ലാം ചേർത്താണ് നമ്മൾ ഇന്ന് ചക്ക വേവിച്ചിട്ടുള്ളത്. എരിവ് നമുക്കനുസരിച്ച് നമ്മൾ പച്ചമുളകിൻ്റെ കമ്പി നിങ്ങൾ അത് കുറച്ച് വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ചക്ക വേവിച്ച് ഇതാക്കാം. ഞാനിവിടെ ഇതാണ് നമ്മുടെ ചക്ക വേവിച്ചത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചക്ക വേവിച്ചതും അടിപൊളി ചക്കയാണ്.
ചക്ക വേവിച്ചതും കടുമാങ്ങയും. ഇത് ചക്ക വേവിച്ചതും കടുമാങ്ങയും ഭയങ്കര കോമ്പിനേഷനാണ്. കോട്ടയം ഭാഗത്താണ് എനിക്കൊന്ന് കടുമാങ്ങയും ചക്കയും. ഇത് ഈ കോട്ടയം ചങ്ങനാശ്ശേരി ഭാഗത്തൊക്കെ കടുമാങ്ങയും അച്ചാറും ഭയങ്കര കോമ്പിനേഷനാണ്. ഇനി ഇതിൻ്റെ കൂടെ സ്പെഷ്യലായിട്ടൊരു എല്ല് കറി ഞാൻ വിടുന്നുണ്ട്, അതിൻ്റെ കൂടെ പോകും. പക്ഷേ കോട്ടയം സ്റ്റൈലിലുള്ളൊരു ചക്കയും കടുമാങ്ങ, ഓ ഇത് അസാധ്യ ടേസ്റ്റാണ് കേട്ടോ. ഇതാണ് ഇതെങ്ങനെയാണ് ഇതിൻ്റെ കോമ്പിനേഷൻ നമ്മുടെ നാട്ടിലുള്ളവർ കണ്ടുപിടിച്ചു എന്ന് ഞാൻ അറിയുന്ന. കടുമാങ്ങയും ചക്ക വെച്ചതും അതൊരു അസാധ്യ ടേസ്റ്റാണ്. പക്ഷേ ഇതിൻ്റെ കൂടെ അടിപൊളി എല്ല് കറിയാണ്. എല്ലുകറിയുടെ വിഷയം അടുത്ത വീട്ടിൽ ചെയ്തതായിരിക്കും. അപ്പോൾ ഈ ചക്ക വേവിച്ചത് നല്ല പോസച്ചിലെ എല്ലാണ്, അതായത് വാരിയല് കറി വെച്ചതാണ്. ചക്ക വേവിച്ചത് വാരിയല് കറി എങ്ങനെയുണ്ടെന്ന് ഞാനൊന്ന് കഴിച്ച് നോക്കിയിട്ട് അവിടെ അറിയാം ടേസ്റ്റ്. സംഭവം കണ്ടിട്ട് ഓക്കെ അല്ലേ? ഇതിനേക്കാളും നല്ലതാണ് ഈ സാധനം. ഇത് വേറെ ടേസ്റ്റാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ചക്കയ്ക്ക് എപ്പോഴും നല്ല കടുമാങ്ങ തന്നെയാണ്. ഈ വെജിറ്റേറിയനായ ആൾക്കാർക്ക് അടിപൊളി ഇതിങ്ങനെ കഴിക്കാം. സൂപ്പർ. നല്ല കടുമാങ്ങയുടെ ആ എരിവും പുളിയും ചക്കയുടെ ആ ഒരു എരിവും ഇതെല്ലാം കൂടെ അങ്ങോട്ട് കഴിയുമ്പോൾ നമ്മൾ ഈ കട്ടക്കാപ്പി അങ്ങോട്ട് കുടിക്കുമ്പോഴും അതൊരു അസാധ്യ ടേസ്റ്റാണ്. നമ്മൾ പഴയ കാലത്തിലേക്ക് പോയ പോലെ തന്നെ ഇരിക്കും. അതിന് യാതൊരു സംശയമില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.